Hello, welcome back. Yesterday we already introduced about variable. Now let us see the scope of a variable. What is a scope? It means it is a context within which a variable is defined. ഒരു വേരിയബിളിനെ കാണുന്ന ഏരിയയാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. That means it is the boundary within which it can be visible or accessed from a code. സ്കോപ്പിൽ നിന്നും ഔട്ട്സൈഡ് ഒരു വേരിയബിളിനെ നമ്മൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ we will get an error. ആ എറർ എന്തായിരിക്കും? It is described as undefined variable. Whenever a variable is accessed outside its scope, it will cause a PHP error. The error is undefined variable. There are two scopes in PHP, local scope as well as global scope. Local scope means it is the restricted boundary of a variable within which code block it is declared. Restricted boundary of a variable means limited access. Let us see an example for that. ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷനെ ഇവിടെ myTest എന്ന് വിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ ഫംഗ്ഷൻ വിളിക്കുന്നതോടെ തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്യാം. myTest എന്ന ഫംഗ്ഷൻ വിളിച്ചപ്പോൾ നമ്മളിവിടേക്ക് കയറി. ഓൾറെഡി നമ്മൾ എഴുതുന്ന കോഡെല്ലാം PHPയുടെ സ്റ്റാർട്ടിങ് എൻഡിങ്. myTest എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ ഈ ഫംഗ്ഷനിലേക്ക് കയറി. $x എന്ന് പറഞ്ഞൊരു വാല്യൂബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിലേക്കൊരു വാല്യൂ 5 അസൈൻ ചെയ്തിട്ടുണ്ട്. എക്കോ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് HTML കോഡ് നമുക്ക് PHPയുടെ ഉള്ളിൽ എംബഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണിത്. HTML നമ്മൾ പാരഗ്രാഫ് എഴുതാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ബ്രൗസർ സ്ക്രീനിൽ നമുക്കൊരു പാരഗ്രാഫ് പോലെ എഴുതി വരാൻ വേണ്ടിയിട്ടാണ് ഈ ടാഗ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് വരേണ്ടത് എന്നാണ് എഴുതിയിരിക്കുന്നത്. വേരിയബിൾ എക്സ് ഇൻസൈഡ് ഫംഗ്ഷൻ ഈസ്. ഇതതിൻ്റെ വാല്യൂ വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ലോക്കൽ സ്കോപ്പിൽ ആ വാരിയബിൾ വരുമ്പോൾ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് എന്തായിരിക്കും? 5 എന്നായിരിക്കും. എക്സ് ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ വിൽ ജനറേറ്റ് എൻ എറർ. നമ്മൾ ലോക്കൽ സ്കോപ്പിൽ ഇവിടെ മാത്രമേ അതിന് ലിമിറ്റഡ് ആക്സസ് ഉള്ളൂ. അതാണ് ലോക്കൽ സ്കോപ്പ് എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമാണ് ഈ $x എന്ന് പറഞ്ഞ വേരിയബിളിന് ആക്സസ് ഉള്ളൂ. ഈ ഫംഗ്ഷൻ്റെ പുറത്താണ് നമ്മൾ ഇതിനെ പ്രിൻ്റ് ചെയ്യിപ്പിക്കാൻ വിളിച്ചിരിക്കുന്നത്. വേരിയബിൾ എക്സ് ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ ഈസ്. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആണ് എഴുതി വരുന്നത്. പക്ഷേ പ്രിൻ്റ് ചെയ്യാൻ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഈ വാല്യൂ നമുക്ക് ഇങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും? ഒരു എറർ ഡിക്ലെയർ ചെയ്യും. ഇനി ഫംഗ്ഷൻ്റെ അകത്ത് ലോക്കൽ സ്കോപ്പിൽ യൂസ് ചെയ്യുന്ന വാരിയബിളിൻ്റെ പേരുകൾ സെയിം പേരുകൾ തന്നെ നമുക്ക് വീണ്ടും വേറെ സ്ഥലങ്ങളിലേക്ക് ലോക്കൽ സ്കോപ്പുള്ള ഏരിയാസിനെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയിരുന്നത്. ദ സെയിം നെയിംഡ് വേരിയബിൾസ് ക്യാൻ ബി ഡിക്ലെയർഡ് വിത്തിൻ ഡിഫറെൻറ്റ് ലോക്കൽ സ്കോപ്പ്. വേറൊരു ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് $x എന്ന് തന്നെ എഴുതാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഗ്ലോബൽ സ്കോപ്പ്. Global scope means globally. That means it can be accessed from anywhere from outside a function or class independent of its boundary. അവിടെ അതിനൊരു ലിമിറ്റേഷൻ ഇല്ല, റെസ്ട്രിക്ഷൻ ഇല്ല. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ $x എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫംഗ്ഷൻ $x എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 5 കൊടുത്തിട്ടുണ്ട്. ഇത് ഫംഗ്ഷൻ്റെ അകത്തല്ല $x ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഔട്ട്സൈഡ് ദ ഫംഗ്ഷനാണ്. സോ $xന് ഗ്ലോബൽ സ്കോപ്പാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് ആദ്യം വരാം. myTest എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ബട്ട് ഇൻസൈഡ് ദിസ് ഫംഗ്ഷൻ $x വിൽ ജനറേറ്റ് എൻ എറർ. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പഠിക്കാം എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഇവിടെ നമ്മൾ ഫംഗ്ഷൻ വിളിച്ചു കഴിഞ്ഞാൽ $x ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഈ ഫംഗ്ഷൻ്റെ അകത്ത് വിളിക്കുമ്പോൾ നമുക്ക് എററാണ് വരുന്നത്. അതിന് ഒരു റൂള് നമ്മൾ ഫോളോ ചെയ്യാനുണ്ട്. ഗ്ലോബലായി എഴുതി കൊടുത്താലും ഫംഗ്ഷൻ്റെ അകത്ത് ആ വേരിയബിളിനെ വിളിക്കുകയാണെങ്കിൽ ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു കീവേഡ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ച്
നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ പഠിക്കാം. ഇപ്പം ഇവിടെ ഔട്ട്സൈഡ് ദ ഫംഗ്ഷനാണ്. ദാറ്റ് മീൻസ് എവ്രിവെയർ, എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഫംഗ്ഷനെ വിളിക്കാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഔട്ട്സൈഡ് ദ ഫംഗ്ഷൻ വിളിച്ചു. വേരിയബിൾ എക്സ് ഔട്ട്സൈഡ് ഫംഗ്ഷൻ ഈസ് $x. അപ്പോൾ നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് 5 കിട്ടും. ഇനി ഈ വാല്യൂ 5 എന്നുള്ളത് തന്നെ ഫംഗ്ഷൻ്റെ അകത്ത് എറർ കൂടാതെ വിളിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ പഠിക്കാൻ പോകുന്നത്. If you want to use global variable inside a function, നേരത്തെ നമ്മൾ $x എന്ന് പറഞ്ഞത് ഒരു ഗ്ലോബൽ വേരിയബിൾ ആയിരുന്നു. അതിനെ നമ്മൾക്ക് ഫംഗ്ഷൻ്റെ അകത്ത് വിളിച്ചപ്പോൾ അവിടെ എറർ വരും എന്നാണ് പറയുന്നത്. We have to prefix the global keyword with the variable. അങ്ങനെ ഫംഗ്ഷൻ്റെ അകത്തേക്ക് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ എന്നൊക്കെ പറഞ്ഞ കീവേഡ് പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യണം. ഇവിടെ $xഉം $yഉം ഗ്ലോബൽ സ്കോപ്പുള്ള വേരിയബിൾസ് ആണ്. അവരെ ഈ ഫംഗ്ഷൻ്റെ അകത്തേക്ക് വിളിക്കുന്ന സമയത്ത് ഗ്ലോബൽ സ്കോപ്പുള്ള ഏത് വേരിയബിൾസിനെയും നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ അകത്തേക്ക് ആക്സസ് ചെയ്യാൻ വിളിക്കണമെങ്കിൽ ഗ്ലോബൽ എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ടേ വിളിക്കാൻ പറ്റുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ജനറേറ്റ് ആൻ എറർ ആസ് പ്രീവിയസ് സ്ലൈഡ്. ഇവിടെ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്തു $xനെയും $yനെയും. അത് സമ്മപ്പ് ചെയ്തു. അതിനുശേഷം $yയിലേക്ക് ആ വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു. ഈ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അത്രയും കാര്യങ്ങളാണ്, മൈ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അത്രയും കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. എക്കോ ചെയ്യുമ്പോൾ ആ $yയുടെ വാല്യൂ 15 എന്നിലേക്ക് പോകുന്നു. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ലോക്കൽ സ്കോപ്പ് ആണെങ്കിൽ ലിമിറ്റഡ് ആക്സസ് ആണ്. ഒരു ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ നമുക്കതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്ലോബലി എന്ന് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം. പക്ഷേ ഒരു ഫംഗ്ഷൻ്റെ അകത്തേക്ക് ആ വേരിയബിൾസിനെ ആക്സസ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് ദ ഗ്ലോബൽ keyword. In PHP, there are some predefined variables. അവരെയാണ് നമ്മൾ സൂപ്പർ ഗ്ലോബൽസ് എന്ന് പറയുന്നത്. These super global variables are always accessible regardless of scope. We can access them from any function, class or file without having to do anything special. ഇത്രയും സൂപ്പർ ഗ്ലോബൽ വേരിയബിൾസ് നമുക്ക് PHP പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കീവേഡ്സിൻ്റെ സഹായത്തോടെ, ഈ സൂപ്പർ ഗ്ലോബൽ വേരിയബിൾസിൻ്റെ സഹായത്തോടെ നമുക്ക് ഏതൊരു ഡാറ്റാസിനെയും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓരോന്നും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്ക് ഡീൽ ചെയ്യാം. $post ഇതൊരു സൂപ്പർ ഗ്ലോബൽ വേരിയബിളാണ്. നിങ്ങൾ ഡാറ്റ HTML ഫോമിൽ കൊടുത്ത ഡാറ്റേനെ വേറൊരു പേജിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ $post of x എന്ന് പറഞ്ഞ് കൊടുക്കണം. വേറെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. $post of x എന്ന് പറഞ്ഞാൽ എക്സിൽ എന്താണോ വാല്യൂ ഉള്ളത് അത് അടുത്ത പേജിലേക്ക് കിട്ടും. മെത്തേഡ് ഫോമിൻ്റെ പോസ്റ്റ് ആവണമെന്ന് മാത്രമേ ഉള്ളൂ. സെയിം തന്നെയാണ് $get. മെത്തേഡ് ഗെറ്റാണ് കൊടുത്തതെങ്കിൽ PHPയിൽ ആ വേരിയബിളിൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടി $get എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. $request നിങ്ങൾ പഠിച്ച പോലെ തന്നെ either for $guest or $post. കൺവീനിയൻ്റ് ആണ് നമുക്ക് വേരിയബിൾസിൻ്റെ വാല്യൂസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ബോധേഡ് ആവേണ്ട കേസില്ല ഗെറ്റാണോ പോസ്റ്റാണോ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് സെക്യൂർ. ഇനി $files നമ്മൾ ഫയൽ അപ്ലോഡ് ചെയ്ത് വെക്കാറുണ്ട് ബ്രൗസ് ബട്ടൺ വെച്ചിട്ട്. അങ്ങനെയുള്ള ഡാറ്റാസിനെ PHPയിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് $files യൂസ് ചെയ്യുന്നത്. കുക്കി യൂസർ കയറുന്ന സമയത്തുള്ള ഇൻഫോർമേഷൻ കുക്കിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് $cookie. അതുപോലെ തന്നെ ഒരു സെഷനായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റാസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് $session. എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഡാറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് $env. $server എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വെബ് സെർവറിൻ്റെ ഇൻഫോർമേഷൻസ് ആണ് ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ സെർവറിൻ്റെ പേര്, വേർഷൻസ് ഇതെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ $server എന്ന് പറഞ്ഞിട്ട് ആക്സസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മളുടെ മനസ്സിൽ കൂടുതലായിട്ടും ഇരിക്കേണ്ടത് $post, $get, $session ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോമിൽ നിന്നും ഡാറ്റാസിനെ PHP പേജിലേക്ക് ആക്സസിബിലിറ്റി കൊടുക്കാൻ പറ്റും. ഗെറ്റ് മെത്തേഡ് ആണെങ്കിൽ $get വഴി വിളിക്കാം. മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ
$post വഴി വിളിക്കാം. ആൻഡ് $request അധികം യൂസ് ചെയ്യേണ്ട കാര്യം ഇല്ല. PHP has a predefined super global variable called $globals. $globals എന്ന് പറഞ്ഞൊരു predefined super global variable ഉണ്ട്. അത് ഒരു അസോസിയേറ്റീവ് അറേയാണ്. അറേയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് പഠിക്കും. ഈ അറേയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിളിൻ്റെ പേര് കീ ആയിട്ട് യൂസ് ചെയ്യും. അതിലെ വാല്യൂ ആണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ myTest എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് കോൾ ചെയ്തു $globals എന്ന് പറഞ്ഞു. ഈ അറേയുടെ സഹായത്തോടെ ഇവിടെ $globals എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ വേരിയബിൾസിൻ്റെ പേരാക്കി നമുക്ക് കൊടുക്കാം. അതിലുള്ള വാല്യൂ നമുക്ക് എലമെൻറ്റ്സ് ആക്കി സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ $globals ഓഫ് y എന്ന് പറഞ്ഞൊരു അറേ ഉണ്ടാക്കി. ആ y എന്ന് പറഞ്ഞ അറേയിലേക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് എക്സിൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ ആഡ് ചെയ്ത് അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ $globals എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു അറേയാണ്. അതിൽ വേരിയബിൾസിൻ്റെ പേര് നമുക്ക് നെയിമാക്കി കൊടുക്കാം. അതാണ് കീ ആയിരിക്കുക. അതിൻ്റെ വാല്യൂസ് എന്ത് വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ആ വാല്യൂസ് ആയിരിക്കും അതിൻ്റെ എലമെൻറ്റ്. അതുകൊണ്ടാണ് ഇവിടെ എക്കോ $y എന്ന് പറഞ്ഞപ്പോൾ 10ഉം 5ഉം കൂടെ ആഡ് ചെയ്ത് 15 എന്ന വാല്യൂ y എന്ന് പറഞ്ഞ ഒരു അറേയിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. വേരിയബിൾസ് എന്താണ്, സ്കോപ്പ് എന്താണ്, ലോക്കൽ സ്കോപ്പ്, ഗ്ലോബൽ സ്കോപ്പ്, പിന്നെ PHP പ്രൊവൈഡ് ചെയ്യുന്ന പ്രീ ഡിഫൈൻഡ് വേരിയബിൾസ് എന്തൊക്കെയാണെന്നും അതിൻ്റെ കൂടെയുള്ളതാണ് ഒരു സൂപ്പർ ഗ്ലോബൽ വേരിയബിൾ $globals. അതൊരു അറേയാണ്. ആ അറേയിലേക്ക് പേരായി നമ്മൾ കൊടുക്കുന്ന വേരിയബിൾസിൻ്റെ പേരുകൾ, ഇവിടെ എന്ത് വേരിയബിൾസിൻ്റെ പേര് കൊടുത്താലും അത് നമുക്ക് അറേയുടെ പേരായിട്ട് നെയിം ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ള വാല്യൂസ് ആയിരിക്കും. താങ്ക് യു.